കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ. കലൂർ ഹെൽത്ത് സർക്കിളിലെ MN നിതയെ ആണ് സസ്പെൻഡ് ചെയ്തത്. PPR ലൈസൻസിന് അപേക്ഷിച്ചത് പരിപാടിയുടെ തലേ ദിവസമാണെന്ന് മേയർ പറയുന്നു. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നഗരസഭാ സെക്രട്ടറിയെ മേയർ ചുമതലപ്പെടുത്തി. MK ഷുക്കൂർ വിശദാംശങ്ങൾ നൽകും. ഷുക്കൂർ, എന്തെല്ലാം വീഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർക്കെതിരായ നടപടി? ഷുക്കൂർ. സൈഫുദ്ദീൻ, മീഡിയ വൺ ഇന്ന് രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് കലൂർ സ്റ്റേഡിയം അപകടത്തിൻ്റെ ഉത്തരവാദി കോർപ്പറേഷനിലെ എഞ്ചിനീയറിംഗ്, റവന്യൂ, അതുപോലെ തന്നെ ഹെൽത്ത് അടക്കമുള്ള വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതാണ് ആ റിപ്പോർട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്പം മുമ്പ് ഇപ്പോൾ കോർപ്പറേഷൻ നടപടി ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും ആദ്യം ഈ പരിപാടിയുടെ സംഘാടകരായ മൃദംഗ വിഷൻ ഹെൽത്ത് ഇൻസ്പെക്ടറായ MN നിതയാണ് ലൈസൻസിനായി സമീപിച്ചത്. PPR ലൈസൻസ് അനുവദിക്കേണ്ട ആദ്യത്തെ ഉത്തരവാദിത്തം MN നിതയ്ക്കാണ്. നിത അത്തരമൊരു ലൈസൻസിൻ്റെ ആവശ്യമേ ഇല്ല എന്ന് പറഞ്ഞ് മൃദംഗ വിഷൻ പ്രതിനിധിയെ തിരിച്ചയക്കുകയായിരുന്നു. എന്തുകൊണ്ട് അത്തരമൊരു നിലപാടെടുത്തു എന്നൊരു ചോദ്യത്തിന് ഇപ്പോൾ കോർപ്പറേഷൻ മേയർ തന്നെ മറുപടി പറഞ്ഞിരിക്കുന്നു. ഇത്തരത്തിലൊരു നിർമ്മിതി അവിടെ ഉണ്ട് എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ആ സ്ഥലത്ത് പോയി പരിശോധന നടത്തി മേലധികാരിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഹെൽത്ത് ഇൻസ്പെക്ടർ MN നിതയ്ക്ക് ഉണ്ടായിരുന്നു. ആ ഉത്തരവാദിത്തം അവർ നിർവഹിച്ചില്ല എന്നുകൂടി മേയറുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമായി പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹെൽത്ത് വകുപ്പ് മാത്രമല്ല റവന്യൂ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച കൂടി പരിശോധിക്കുമെന്ന് കൂടി മേയർ M അനിൽകുമാർ അറിയിച്ചിട്ടുണ്ട്. ഇതിന് നഗരസഭാ സെക്രട്ടറിയെ മേയർ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ നിതയുടെ പേരിലുള്ള നടപടി കൊണ്ട് മാത്രം ഇത് അവസാനിക്കേണ്ടതല്ല. കാരണം ഞാൻ നേരത്തെ നമ്മൾ കണ്ട ആ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ കോർപ്പറേഷനിലെ ഓരോ ഡിവിഷനിലും ഉത്തരവാദപ്പെട്ട ഓവർസിയർ ഉണ്ട്, അവർക്ക് മുകളിൽ എഞ്ചിനീയർ ഉണ്ട്. ആ എഞ്ചിനീയർക്കും ഓവർസിയർക്കുമെല്ലാം ഈ സ്ഥല പരിശോധന നടത്തേണ്ട ഉത്തരവാദിത്തമുണ്ട്. അത്തരമുള്ള ഉത്തരവാദിത്തങ്ങളൊന്നും നിർവഹിക്കപ്പെട്ടിട്ടില്ല. അവർക്ക് കൂടി ഈ പ്രശ്നത്തിലുള്ള പങ്ക് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതും നടപടി സ്വീകരിക്കേണ്ടതുമാണ്. ഒപ്പം തന്നെ GCDയിലും സമാനമായി എഞ്ചിനീയറിംഗ് വിഭാഗമുണ്ട്, അവർ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധനയും കൃത്യമായി നടന്നോ എന്ന് അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താനാകൂ. ആ അർത്ഥത്തിൽ ഒരു നടപടിക്ക് കോർപ്പറേഷൻ തുടക്കമിട്ടു. മീഡിയ വൺ ഇന്ന് രാവിലെ കൊണ്ടുവന്ന വാർത്ത ഗൗരവമുള്ളതായി മേയർ മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഇപ്പോൾ ആദ്യമായി ഒരു നടപടിക്ക് തുടക്കമിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ MN നിതയ്ക്ക് സസ്പെൻഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. ശരി ഷുക്കൂർ.